ആഭാസ ഷോയുടെ അവതാരകനായ ലാലിനോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ഭയമില്ലാതെ പ്രതികരിക്കാനൊരിടം. ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഇന്നത്തെ വിഷയം ഇതാണ്. ബിഗ് ബോസ് എന്ന ആഭാസ ഷോയുടെ അവതാരകനായ ലാലിനോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത് എന്താണ്? അതിനു മുമ്പ് ബിഗ് ബോസ് ഷോയുടെ മുൻ വിജയികളും ഇതിൻ്റെ ഓഡിഷനിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയും വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളും കേൾക്കുക, എന്നിട്ട് പ്രതികരിക്കുക. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഞാൻ ഈ പറയുന്ന കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വന്നപ്പം ഞാൻ ചില കാര്യങ്ങൾ പറ്റത്തില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല സാർ, ഇല്ല സാർ, സോറി സാർ എന്ന് പറയുമ്പോൾ അവർക്ക് ലൈക്ക് ആ സമയം തൊട്ടേ ഓക്കെ, നമ്മൾ വളർത്തുന്ന ഒരാളിനെ നമ്മൾ പറയുന്ന കണക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി. സോ അതിനുശേഷം തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എഗൻസ്റ്റ് വക്കീൽ നോട്ടീസ് വീട്ടിൽ വിടും. പിന്നെ എന്ത് കാര്യം ഞാൻ ചെയ്യാൻ പോയാലും അതിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുക. എനിക്ക് വന്ന ഫിലിം ഓഫേഴ്സ് ആണെങ്കിലും എല്ലാം പല രീതിയിൽ അവർ മുടക്കിയിട്ടുണ്ട്. ഞാൻ പറയാണ്, അന്തസ് വേണോടാ, അന്തസ്. ബിഗ് ബോസ് ഇമാതിരി മര്യാദയുടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി ഇതിനെ മൊത്തം ക്രൂവും ഏഷ്യാനെറ്റും ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ് വേണം. ഇത് പറയാനേ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. ഏഷ്യാനെറ്റ്, ബിഗ് ബോസ്, പിന്നെ അയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കുവോ? എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല. എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് എനിക്ക് വർക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ ഒരു രോമം കൊഴിഞ്ഞു പോയ പോലെ ഉള്ളു എനിക്ക്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയണേ, ഏഷ്യാനെറ്റ് മര്യാദയോടെ കാണിക്കരുത്, ബിഗ് ബോസ് മര്യാദയോടെ കാണിക്കരുത്. വീട്ടിലിരിക്കുന്ന അമ്മയെ ഇമാതിരി പച്ചത്തെറി പറഞ്ഞവിടെ ഒക്കെ നീയൊക്കെ അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് നിങ്ങൾ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ്സില്ലായ്മയും. ഞാൻ എന്റെ ഒരു ഇതും കൂടെ ഞാൻ വേണ്ട, ചുമ്മാ പിന്നെ ഇനിയിപ്പോ ഞാൻ തെറി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അതിന്റെ ആവശ്യമില്ല. മര്യാദകളാണ്. ഞാൻ പറഞ്ഞ മുഴുവൻ തെറികൾ എന്റെ മുഴുവൻ പ്രേക്ഷകരുടെ മനസ്സിൽ വന്ന മുഴുവൻ തെറിയും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിക്കും. മര്യാദകൾ ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, മുതലാളിമാർ എന്റർടൈൻമെന്റ് ചാനൽ നടത്തുന്നതും ന്യൂസ് ചാനൽ നടത്തുന്നതും നാട്ടുകാരെ നന്നാക്കാനാണ്, അല്ലേ അല്ല. അത്യാവശ്യം കാശുണ്ടാക്കുവാനും അവരുടെ എല്ലാ എന്റർടൈൻമെന്റ് നടത്തുന്നതിനും വേണ്ടി മാത്രമാണ് ഇത് നടത്തുന്നത്. ഏഷ്യനെറ്റ് ചാനൽ എല്ലാ ദിവസവും സംരക്ഷണം ചെയ്യുന്ന ബിഗ് ബോസ് വെറും ആഭാസ ഷോ ആയി മാറിയെന്നും അതിന്റെ പിന്നാമ്പുറത്തിരുന്ന് ഷോ നിയന്ത്രിക്കുന്ന രണ്ടവന്മാർ അതിലെ മത്സരാർത്ഥികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നെന്നും കിടന്നു കൊടുക്കുന്നവരുടെ പ്രതിഫലത്തിന്റെ പങ്കുപറ്റുന്നെന്നും വിജയികളെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് അട്ടിമറിക്കുന്നത് ഈ രണ്ട് മോന്മാരാണെന്നും വെളിപ്പെടുത്തിയത് ചാനലിന്റെ ശത്രുക്കളോ മാധവൻ ചേട്ടന്റെ ശത്രുക്കളോ ഒന്നുമല്ല, കഴിഞ്ഞ തവണ വിജയിയായ അഖിൽ മാരാർ എന്ന ചെറുപ്പക്കാരനാണ്. ഇതിനു മുമ്പും പലരും ഇതുപോലെയുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു, എങ്കിലും അവരുടെ എല്ലാം വായടപ്പിച്ചു. കുറെ അഴിഞ്ഞാട്ടക്കാരെ അന്യസംസ്ഥാനത്ത് കൊണ്ടുപോയി ഒരു വീട്ടിൽ പിടിച്ചു കിടത്തി വെക്കാവുന്ന സ്ഥലത്തെല്ലാം ക്യാമറയും വെച്ച് അല്പവസ്ത്രധാരികളായി ഇവറ്റകൾ കാട്ടിക്കൂട്ടുന്ന തന്തയില്ലായ്മകൾ നാട്ടുകാർക്ക് മുന്നിൽ വിളമ്പുന്ന ഈ കൂത്തച്ചിയാട്ടം സ്യൂട്ടും കോട്ടുമൊക്കെ ഇട്ടുവന്ന് നിന്ന് അവതരിപ്പിക്കുന്നത് നടൻ മോഹൻലാൽ. തലസ്ഥാനത്തു കൂടി കീടമടിച്ച് പഴുത്തു നടക്കുന്ന ഒരുത്തൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അശരീരി മുഴക്കുന്നു. കുറച്ച് അലബലാദികളുടെയും ആഭാസന്മാരുടെയും പേക്കുത്തിനിടയിൽ വന്നു നിന്ന് ലാൽ തള്ളുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന ഏതോ ഒരു പരിപാടി പോലെയാണ്. ലാലെ, ഉള്ള വില കളയരുതെന്നാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന. ഇവർ ഇതുപോലെയുള്ള അളിഞ്ഞ പരിപാടികൾ ലാലിസത്തിന്റെ മേൻപൊടിയോടെ നടത്തുന്നതിന് പകരം വേശ്യാലയത്തിലെ 100 ദിനങ്ങൾ എന്ന പേരിൽ ഒരു പരിപാടി നടത്തണം, പച്ചയ്ക്ക് കാണിക്കണം. വൗ ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സാംസ്കാരിക നായകളടക്കം
കുത്തിയിരുന്ന് ഇതെല്ലാം കാണും. ഇത്തരം ഞരമ്പ് ഷോകൾക്ക് ഇതിലും കൂടുതൽ റീച്ച് ഉണ്ടാവും, റവന്യൂവും കിട്ടും. രാത്രിയാകുമ്പോൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലേക്ക് സെപ്റ്റി ടാങ്ക് തുറന്നുവിടുന്ന ബിഗ് ബോസിൽ വന്നു നിന്ന് അളിയുന്ന നടൻ ലാലിനോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വേറെ ആരെങ്കിലും ആണെങ്കിൽ ജീവിക്കാൻ വകയില്ലാത്തത് കൊണ്ടാണ്, മറ്റ് അവസരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് വെക്കാം. ഈ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന കാമാത്തിപ്പുരയിൽ വന്നു നിന്ന് ലാലിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾ പ്രതികരിക്കുക. അതുപോലെ ഏഷ്യനെറ്റിലെ മത്സരാർത്ഥികളുടെ നിക്കറഴിക്കുവാൻ നടക്കുന്ന പെണ്ണുപിടിയന്മാരായ ആ 2 മോന്റെമോന്മാർ ആരെല്ലാമാണ്? ദുരനുഭവമുള്ളവർക്കത് പങ്കുവയ്ക്കാവുന്നതാണ്. അവരുടെ കളസമഴിച്ച് ഞങ്ങൾ നടുറോഡിൽ നിർത്താം. ഒരു കോർപ്പറേറ്റ് ചാനൽ ഒരു പ്രമുഖ അഭിനയ തൊഴിലാളിയെ മുന്നിൽ നിർത്തി നടത്തുന്ന ഈ ആവാസ ഷോയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുക. പ്രതികരിക്കുവാനുള്ള വിഷയം ഇതാണ്. ആവാസ ഷോയുടെ അവതാരകനായ ലാലിനോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത് എന്താണ്? കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. 9746114444 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746114444 എന്ന നമ്പറിൽ വിളിക്കുകയും ചെയ്യാം. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, ഭയമില്ലാതെ പ്രതികരിക്കാൻ ഒരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.